ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വേദഗ്രന്ഥം. ഇഖ്റ, വായിക്കുക നബിയെ, വായിക്കുക. 2 തവണയാണ്. അമ്രാണ്. നിസ്കരിക്കൂ, നോമ്പോൽക്കൂ, സക്കാത്ത് കൊടുക്കുന്നൊന്നുമല്ല, വായിക്കാനാണ് ലോകത്ത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എല്ലാവരോടും. ദുഹ്റ് ഖളാ ആയ ദുഃഖമുണ്ട് നമുക്ക്. ഒരു ദുഹ്റ് ഖളാ ആയാൽ ഈ ഇരിക്കുന്ന എല്ലാവർക്കും ദുഃഖം, ശരിയല്ലേ? വായിക്കാത്തതിന്റെ പേരിൽ ദുഹ്റ് ഖളാ ആയാൽ ഉണ്ടാകുന്ന വേദന ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? പറയുന്ന ശ്രദ്ധിക്ക്, ഉണ്ടായിട്ടുണ്ടോ? അല്ലാഹ് ജിബ്രീലിനെ പറഞ്ഞയച്ചു. ഒടുവിലത്തെ വഹീന്റെ തുടക്കം, വേദഗ്രന്ഥത്തിന്റെ ഒടുവിലത്തെ വേദഗ്രന്ഥത്തിന്റെ തുടക്കം വായിക്കാൻ, നിസ്കരിക്കാനല്ല, ഹജ്ജ് ചെയ്യാനല്ല, നോമ്പ് നോൽക്കാനല്ല, സക്കാത്ത് കൊടുക്കാനല്ല, ദാനധർമ്മം നിർവഹിക്കാനല്ല, ജിഹാദ് നിർവഹിക്കാനല്ല, അദ്ദഅവതു ഇലല്ലാഹ് എന്നതുമല്ല. വായിക്കൂ നബിയെ. ഏത് പുസ്തകത്തിൽ നോക്കിയ നബി വായിക്കണ്ടേ? പ്രപഞ്ചം ഒരു പുസ്തകമാണ്, ജീവജാലങ്ങൾ ഒരു പുസ്തകമാണ്. ഈ ലോകത്തിലെ ഏത് ജീവിയുടെ കോഡുകളിലും ജനിതക കോഡുകളിലും എഴുതിയിട്ടുള്ളതെല്ലാം ജ്ഞാനമാണ്. പുസ്തകങ്ങളില്ലാത്ത കാലത്ത് വായിക്കാൻ, പുസ്തകങ്ങളുടെ ലോകത്ത് വായിക്കാൻ അല്ലാഹ് പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഒരു 3 ആയത്ത് സുബഹി കഴിഞ്ഞാൽ ഒരാൾ ഓതാൻ തീരുമാനിച്ചു നേരിക്കെ, എന്നും അയാളുടെ ജീവിതത്തിൽ സുബഹി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ്, ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഡെയിലി ഒരാൾ ഖുർആൻ വായിച്ചാൽ, 3 ആയത്ത് വായിച്ചാൽ 6 കൊല്ലം കൊണ്ട് ഖുർആൻ കംപ്ലീറ്റ്, അമാനുവലയുടെ പരിഭാഷ ബേസ് ചെയ്ത് തീരുമെന്നാണ്. 6 കൊല്ലം കൊണ്ട് ഖുർആനിലെ കംപ്ലീറ്റ് വചനം അർത്ഥസഹിതം പഠിക്കും. 3 ആയത്ത്. ഇപ്പൊ നമ്മളുള്ളത് 2025-ലാണ്. 2031 ജൂണിന് 13-ാം തീയതി ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ 2031 ജൂൺ 13-ാം തീയതി വിശുദ്ധ ഖുർആനിലെ കംപ്ലീറ്റ് ആയത്ത് അർത്ഥസഹിതം ഈ സദസ്സിൽ വന്ന എല്ലാവരും പഠിച്ചു കഴിയും. 3 ആയത്ത് പഠിക്കാൻ തയ്യാറായ നമ്മളെ ഫാമിലി സൈഡിൽ താമസിക്കുന്ന ഒരുപാട് ആളാണ്. നമ്മുടെ വീട് പോലെയാണ് നമ്മൾ ഇവിടെ താമസിക്കുന്ന. എവിടെയും അല്ലാഹ് പറയാണ്, ഒരു മുസ്ലിം താമസിക്കുന്ന ഇടം, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം 34-ാമത്തെ വചനം. നിങ്ങളുടെ ഭവനത്തിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കണം.